അനിശ്ചിതത്വങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിൽ ഇസ്രായേലും ലബനനും തമ്മിൽ ചരിത്രപരമായ ഫ്രെയിംവർക്ക് കരാർ ഒപ്പുവെച്ചു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ നടന്ന 5ാം ഘട്ട ചർച്ചകൾക്കൊടുവിലാണ് കരാർ യാഥാർത്ഥ്യമായത്. മേഖലയിൽ ദീർഘകാല സമാധാനം ഉറപ്പാക്കുന്നതിലേക്കുള്ള നിർണായക ചുവടുവയ്പായാണ് ഈ കരാറിനെ വിലയിരുത്തുന്നത്. ഇസ്രായേൽ സൈന്യം കൈവശം വെച്ചിരിക്കുന്ന ദക്ഷിണ ലബനിലെ ചില പ്രദേശങ്ങൾ ലബനീസ് സൈന്യത്തിന് കൈമാറുന്നതാണ് കരാറിന്റെ പ്രധാന ഉള്ളടക്കം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ചടങ്ങിൽ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഇരു രാജ്യങ്ങളിലെയും അംബാസിഡർമാർ എന്നിവർ കരാറിൽ ഒപ്പുവെച്ചു. ഇതൊരു ദുഷ്കരമായ എന്നാൽ അനിവാര്യമായ യാത്രയുടെ തുടക്കമാണെന്ന് മാർക്കോ റൂബിയോ പ്രതികരിച്ചു. ചർച്ചകളുടെ തുടക്കത്തിൽ പലതവണ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ അംബാസിഡർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഒടുവിൽ സമവായത്തിലെത്തുകയായിരുന്നു. ഇസ്രായേലും ലബനനും തമ്മിലുള്ള വിശാലവും സുസ്ഥിരവുമായ സമാധാനത്തിലേക്കുള്ള പാതയാണ് ഇതിലൂടെ തെളിയുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ പൂർണ്ണമായ സൈനിക പിന്മാറ്റം വേണമെന്നായിരുന്നു ലബനന്റെ ആവശ്യം. എന്നാൽ ഹിസ്ബുള്ളയുടെ നിരായുധീകരണവും അതിർത്തിയിലെ അവരുടെ സാന്നിധ്യം ഒഴിവാക്കുമെന്ന ഉറപ്പും ലഭിക്കാതെ പിന്മാറ്റമില്ലെന്ന നിലപാടിലായിരുന്നു ഇസ്രായേൽ. ഈ തർക്കങ്ങൾക്കിടയിലാണ് പൈലറ്റ് സോണുകൾ എന്ന ആശയത്തിലൂടെ ലബനീസ് സൈന്യത്തിന് നിയന്ത്രണം കൈമാറാൻ ധാരണയായത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ നിർദ്ദിഷ്ട പാത ലംഘിച്ച് കടക്കാൻ ശ്രമിച്ച വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടത്തിയതിലൂടെ ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. കപ്പൽ ആക്രമണത്തിന് മറുപടിയായി അമേരിക്കൻ സൈന്യം ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ തിരിച്ചടി അതിരൂക്ഷമായിരിക്കുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയതോടെ മേഖല വീണ്ടും യുദ്ധഭീതിയിലായി. ജൂൺ 25-നാണ് ഒമാൻ തീരത്തുകൂടി ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് പുറത്തു കടക്കുകയായിരുന്ന സിംഗപ്പൂർ പതാക വഹിച്ച MV എവർ ലവ്ലി എന്ന ചരക്ക് കപ്പലിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. കപ്പലിന് നേരെ ഇറാൻ 4 ഡ്രോണുകൾ തൊടുത്തുവിട്ടെന്നും ഇതിൽ 3 അമേരിക്കൻ സൈന്യം തകർത്തുവെന്നും ട്രംപ് വ്യക്തമാക്കി. ആക്രമണത്തിൽ വിലപിടിപ്പുള്ള വാണിജ്യ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് ശക്തമായ മറുപടി എന്ന നിലയിലാണ് ജൂൺ 26-ന് US സെൻട്രൽ കമാൻഡ് ഇറാനെതിരെ വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾക്കും തീരദേശ റഡാർ സംവിധാനങ്ങൾക്കും നേരെയാണ് അമേരിക്കൻ വിമാനങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടത്. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന ധാരണ നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വെടിനിർത്തൽ ലംഘനമാണിത്. ഹോർമൂസിൽ സുരക്ഷിതമായ നാവിക ഗതാഗതം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഉപരോധം പിൻവലിക്കുകയും ഇറാൻ മൈനുകൾ നീക്കം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ഒമാനും രാജ്യാന്തര മാരിടൈം ഓർഗനൈസേഷനും ചേർന്ന് സുരക്ഷിതമായ നാവിക ഇടനാഴി തുറന്നതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് സെൻകോം പുറത്തിറക്കിയ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. രാജ്യാന്തര വ്യാപാര ഇടനാഴിയിലൂടെയുള്ള വാണിജ്യ നീക്കത്തെയും നാവിക സ്വാതന്ത്ര്യത്തെയും ഇറാന്റെ അപകടകരമായ പെരുമാറ്റം തകർക്കുകയാണെന്നും അമേരിക്ക ആരോപിച്ചു. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാതയൊരുക്കാൻ സെൻകോം സേന തുടർന്നും പിന്തുണ നൽകും. ഇറാനുമായുള്ള കരാറിലെ എല്ലാ വ്യവസ്ഥകളും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അമേരിക്കൻ സൈന്യം ജാഗ്രതയോടെ രംഗത്തുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഹോർമൂസിൽ സൈനിക സംഘർഷം ഒഴിവാക്കാൻ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ നേരിട്ടുള്ള ആശയവിനിമയ സംവിധാനം നിലവിൽ വന്നിരുന്നു. ഇതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. കരാർ ലംഘിച്ച് അനധികൃതമായി ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയതെന്നും അതിനാൽ അമേരിക്കൻ ആക്രമണത്തിന് നൽകുന്ന മറുപടി സമാനതകളില്ലാത്തതായിരിക്കുമെന്ന് ഇറാന്റെ സായുധ സേനകളെ ഏകോപിപ്പിക്കുന്ന ഖാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഔദ്യോഗിക സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിക്കാർ മുന്നറിയിപ്പ് നൽകി. തിരിച്ചടിക്കാനുള്ള സമയവും സ്ഥലവും ഇറാൻ തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ആക്രമണത്തിന് മറുപടി നൽകാതിരിക്കില്ലെന്നും മേഖലയിലെ കടന്നുകയറ്റക്കാരുടെ വ്യാമോഹങ്ങളെ തകർക്കുന്ന കടുത്ത പ്രതികരണമായിരിക്കും ഉണ്ടാവുകയെന്നും അദ്ദേഹം എക്സിലൂടെ പ്രതികരിച്ചു. തങ്ങളുടെ മറുപടി ഭൂമിയെ പിടിച്ചുകുലുക്കുമെന്നും അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഇല്ലാതാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.